ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പരിപാടി ഉണ്ട്. പരിപാടി എന്ന് വെച്ചാൽ നമുക്കിന്നൊരു ഷൂട്ടുണ്ട്. ഷൂട്ട് എനിക്കല്ല, അമ്പാടിക്കും ചേട്ടനും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. എന്താണ് പരിപാടി? ഞാൻ വന്നാൽ ശരിയാവില്ല. ഹിപ്പി, എന്താ പരിപാടി ഇവിടെ? ഇപ്പി രാവിലെ തന്നെ ബിസ്ക്കറ്റ് കഴിക്കില്ലേ? ഫ്ലിപ്പിയ ചേട്ടനും അമ്മയും ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മുണ്ടൊക്കെ സെറ്റാക്കാണ്. അപ്പോൾ ചേട്ടൻ വെള്ളം മുണ്ടാണ് എടുക്കുന്നത്. ഓട്ടോക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടോ. ഇതൊരു പരസ്യത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ നമ്മുടെ ആലപ്പാട് പള്ളിയുടെ അവിടെയാണ് കുറച്ച് ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ വേറൊരു മുണ്ട് കിട്ടിയപ്പോൾ കുഞ്ഞനതെടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞനാണെങ്കിൽ മുണ്ട് കിട്ടിയപ്പോൾ വളരെ ഹാപ്പിയായി. അപ്പോൾ കുറച്ച് നേരം കളിച്ച് പിന്നെ അതെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ മാമിയുടെ മെക്കെട്ട് കയറി മാമിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നിന്ന് നൂലപ്പം മുട്ടക്കറി ആയിരുന്നു. കാലത്തന്നെ വെയിൽ കണ്ടപ്പോൾ വിചാരിച്ചു, ഭാഗ്യം ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തായപ്പോഴേക്കും പെട്ടെന്നൊരു മഴ പെയ്തു. ഇപ്പോൾ കാണുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റ് ഇറങ്ങാനുണ്ട് എടുത്തപ്പോൾ നല്ലൊരു മഴ പെയ്തു. അപ്പം അമ്പാടി ക്യാമറ ഒക്കെ സെറ്റാക്കി പുറത്തേക്ക് വന്നു. ഈ ഓട്ടോ ഞങ്ങളുടെ അച്ഛൻ്റെ പാപ്പൻ്റെ ഓട്ടോ ആണ്. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ തന്നു. രാവിലെ എടുത്തിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞൊരു 3 മണി 4 മണിയൊക്കെ ആയി നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വരെ നല്ല മഴയായിരുന്നു. ഇവിടെ നിന്ന് 5 മിനിറ്റ് ഉള്ളൂ നമ്മൾ ആലപ്പാടിക്ക്. മാമന് പണ്ട് മാമന് ഓട്ടോറിക്ഷ ഷിൻചാന്റെ വണ്ടി, ചെറിയ വണ്ടി, പഴയ വണ്ടി, പെട്രോള്. അതിലിങ്ങനെ ചില ദിവസം ഞാൻ പോട്ടെ മാനോടെ ഓട്ട പോകുമ്പോൾ. എന്നിട്ട് മഴയാണെങ്കിൽ ഇവിടത്തൊക്കെ ഇവിടുന്ന് ചോരും ഫുള്ള് വെള്ളം ഈ മേത്തൊക്കെ. ഞാൻ നഞ്ഞിട്ട് പോവാ, ഗ്ലാസ് കൊടുക്കാൻ ഞാനിരിക്കും. വൈപ്പറുണ്ട്. ഇപ്പൊ ഇത് മോട്ടറാണ്. ഇപ്പോഴത്തെ കൊറേ പോലെ മോട്ടറായിട്ട്. പക്ഷെ അന്ന് വൈപ്പർ കോലാണ്. അതിങ്ങോട്ട് തിരിക്കാവും. മാമൻ തിരിക്കും. പക്ഷെ മാമൻ വണ്ടി ഓടിക്കണം തിരിക്കാൻ വേണല്ല, തുടയ്ക്കാൻ പറ്റില്ല. ഫുള്ള് അടച്ചിട്ടേ ഫുള്ള് പോകാവൂടെ. എന്നിട്ട് ഞാൻ തുടക്കായിരിക്കും, സൈഡിൽ തുടക്കും. അതിപ്പോ ഓർമ്മ അച്ഛൻ്റെ വണ്ടി എടുത്തപ്പോ പോകടിച്ചിട്ടേ പിറ്റേ വണ്ടി വണ്ടി മഴ തോർന്നല്ലോ അല്ലേ? ഞാനാണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ ഇവൻ ഉണ്ണി പോണം ഷൂട്ടിൽ കാണാൻ പോണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചപ്പോ പോന്നതാണ്. അല്ലടാ കുഞ്ഞാ? ഞങ്ങളിവിടെ നിൽക്കാം. ചെക്കൻ്റെ ഒരു കാര്യം ഇങ്ങനെ കൈയൊക്കെ എന്തുട്ടാ പള്ളി ബേബി വരാറില്ലേ ഇവിടേക്ക്? പെരുന്നാളിന് വരാറില്ലേ? അയ്യപ്പ പോവാൻ പാടില്ല, പാടച്ചിരിക്കുക. ഇപ്പം ഞങ്ങൾ ആലപ്പാട് പള്ളിയുടെ ഫ്രണ്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അച്ഛൻ അഭിനയിക്കുന്നുണ്ട്. അച്ഛനും ചേട്ടനും പിന്നെ വേറൊരു പെൺകുട്ടിയും ഉണ്ട് അഭിനയിക്കാനായിട്ട്. അമ്പാടിയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തത്. ഞങ്ങളുടെ അച്ഛന് പണ്ട് ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. 3 ഓട്ടോറിക്ഷയും കാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഗൾഫിൽ പോയി, അവിടെ ഡ്രൈവറായിരുന്നു. പിന്നെ നാട്ടിലായി. അപ്പോൾ എല്ലാവർക്കും വണ്ടി ഓടിക്കാനും ഇതിനൊക്കെ അറിയാം. എല്ലാ വണ്ടികളും ഓടിക്കും എല്ലാവരും. എനിക്ക് മാത്രം ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി ഓടിക്കാതിരിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ അമ്മയുടെ കൂടെ പോകും. അങ്ങനെയൊക്കെ നമ്മൾ ഷൂട്ടിംഗ് കാണാനൊക്കെ പോകാറുണ്ട്. ശരിക്കും നമ്മളതാവുമ്പോഴാണ് നമുക്കതിൻ്റെ എഫേർട്ടും അതിൻ്റെ ഹാർഡ് വർക്കിങ്ങും എത്രത്തോളം ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവണത് കേട്ടോ. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇതാണ് നമ്മുടെ പെൺകുട്ടി. അപ്പോൾ അവളുടെയും ഷൂട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോയത്.
അപ്പം ഞങ്ങൾ വീടെത്തുമ്പോഴേക്കും അമ്മ ഫ്രൈഡ് റൈസിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അമ്മ നല്ല ഭംഗിയിൽ ഫ്രൈഡ് റൈസിനുള്ള ക്യാപ്സിക്കും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിടെ ചിക്കൻ അതേപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസിലേക്ക് ഇടാനായിട്ട്. പിന്നെ അച്ഛൻ ചിക്കൻ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പോൾ അമ്മ ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ റൈസ് അടുപ്പിൽ കിടന്ന് വേവുന്നുണ്ട്. അപ്പോൾ അധികം ഉള്ളത് കാരണം നമ്മൾ അടുപ്പിൽ തന്നെയാണ് ഫ്രൈഡ് റൈസ് വയ്ക്കുന്നത്. നമ്മുടെ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്ലെയിം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈഡായിട്ട് വരില്ല. ഫ്രൈഡ് റൈസിന് നല്ല തീയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ചില്ലി ചിക്കൻ നമ്മൾ പുറത്ത് വെച്ചു, റൈസിനുള്ള ഇതൊക്കെ അടുപ്പിൽ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇത് കഴിഞ്ഞിട്ട് അമ്പാടിയും ചേട്ടനും മഹിമയും കൂടിയിട്ട് വരികയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിനുള്ള സാധനങ്ങളൊക്കെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടുത്തതാ നല്ല ഭംഗിണ്ടല്ലേ വണ്ടി ഓടിച്ചല്ലേ. നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് തുളസിപ്പാടം. ഇതാണ് നമ്മുടെ ആലപ്പാടത്തെ തുളസിപ്പാടം കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു വൈബാണ്. അവിടെ നിന്നാൽ പോരാനും തോന്നില്ല, അത്രയും നല്ല കാറ്റും തണലും ഒക്കെയാണ് അവിടെ. വണ്ടി ഇറങ്ങിക്കോ. നല്ല സുഖല്ലേ ഇവിടെ 5 സ്റ്റാർ നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കുഞ്ഞൻ ഡാഡയുടെ വണ്ടിയിൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്, നല്ല കുട്ടിയായിട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.